നാമത്തിൽ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പലരും ശരീരം സൗഖ്യമില്ലായിരിക്കുന്നു. ക്ലൈമറ്റ് ചേഞ്ച് മുഖാന്തരം പലവിധമാകുന്ന വിഷമത്തോട് പ്രയാസമായിരിക്കും. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ നേരത്തെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചതുപോലെ അനേക സമയങ്ങളിൽ നിങ്ങൾ ഭവനത്തിലായിരിക്കും ദൈവത്തെ സ്തുതിച്ച് ആരാധിപ്പാനിടയായിത്തീരണം. ചില കഷ്ടങ്ങൾ, ഭാരങ്ങൾ ചിലർക്ക് കടന്നു വരുന്നതിന് മുൻപേ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അറിയാമോ, അത് മാറിപ്പോകും, ഒഴിഞ്ഞു പോകുവാനിടയായിത്തീരും. പലപ്പോഴും ഹല്ലേലൂയ നമുക്ക് ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ സമയമില്ല. നമ്മളൊക്കെ തിരക്കുള്ളവരാണ്. എങ്കിലും അല്പസമയം നമ്മൾ മാറ്റിവെച്ച് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് ദൈവമായ കർത്താവ് വിടുവിക്കുവാനിടയായിത്തീരും. 2026 നമ്മൾ കടക്കുമ്പോൾ പലവിധമാകുന്ന രോഗങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുവെങ്കിലും അതിൽ നിന്ന് ജയകരമായ ക്രിസ്തു നയിക്കണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ദൈവസ്ഥലിലെ ആരാധനയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനിടയായിത്തീരും. സമയം കടന്നു പോകുന്നല്ലോ, പെട്ടെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. ഹല്ലേലൂയ. ഗലാത്യർ ചാപ്റ്റർ 5 വേഴ്സ് 1. Can you read in English also? And do not be entangled again with a yoke of bondage. Praise the Lord. ഇന്ന് പൽക്കാല അല്പസമയം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം അടിമ നുകത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ഫ്രം ദ യോക്ക് ഫ്രം ദ സാൽവേഷൻ. പ്രൈസ് ദി ലോർഡ്. അടിമ നുകത്തിൽ നിന്നുള്ള വിടുതൽ ഹല്ലേലൂയ ദൈവവേദലിന് ആവശ്യമാണ്. ഹല്ലേലൂയ. അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്യാൻ യു പുട്ട് ദം. ഹല്ലേലൂയ, സ്തോത്രം. യോക്കിനെ പറ്റി, ഹല്ലേലൂയ, നുകത്തെ പറ്റി നമ്മൾ കാണുവാൻ ഇടയായിത്തീരുന്നുവെങ്കിൽ പല കാണുവാനിടയായിത്തീരും. കുഞ്ഞുങ്ങൾക്കിത് അറിയാമോ? കൊച്ചു കുഞ്ഞുങ്ങൾ പറഞ്ഞേ, ദിസ് പിക്ചർ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്തോ ഇത്? കാളയും അതിൻ്റെ പുറകിലുള്ള കാര്യം എന്തുവാ? അതിൻ്റെ പേരാ പറയണ്ടേ? കലപ്പ. പ്രായമുള്ളവരല്ല, കൊച്ചുപിള്ളേരുടെ ചോദിച്ചേ. പ്രൈസ് ദി ലോർഡ്. അരുൺ ബ്രദർ കൊച്ചു കുഞ്ഞായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ പഠിക്കണം. കൊച്ചു കുഞ്ഞുങ്ങളെ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണും. നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കണ്ടത്തിൻ്റെ വരമ്പിൽ ഞാൻ പോയി ഇരുന്ന് നോക്കിയിട്ടുണ്ട് എന്തുവാ എന്ന് കാണുവാൻ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് കാണുവാനിടയായിത്തീരും. ഇത് കണ്ടിട്ടുണ്ടോ? 2 കാള ഓക്സിനെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഒരു ടിമ്പർ വെച്ചിട്ടുണ്ട്. അതാണ്ട് ഈ കാണുന്നത്. എന്താണെന്നറിയാമോ? അതിൻ്റെ പേരാണ് ബൈബിളിൽ വായിക്കുന്ന യോക്ക്, നുകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വെച്ച് കഴിഞ്ഞാൽ കാളയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്വന്തമായിട്ട് ഓടിപ്പോകാൻ പറ്റത്തില്ല. അതിൻ്റെ പുറകിൽ താഴോട്ടൊരു സ്റ്റിക്കും വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലാണ് മൂർച്ചയുള്ള കലപ്പ വെച്ചേക്കുന്നത്. അത് ചവിട്ടി താക്കും. താത്ത് കഴിഞ്ഞിട്ട് കാളയെ അടിച്ച് വിടുമ്പോഴാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? ഉഴുവാനിടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അങ്ങനെ മുമ്പോട്ട് പോകും. അങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് ചെയ്തുകൊണ്ട്. ഇപ്പോഴത്തെ കാലത്ത് മെഷീനുണ്ട്, ട്രാക്ടറുണ്ട്, പല പല കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പ്രദായമൊക്കെ വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള ഫീൽഡിലാണ്, എൻജിനീയറിംഗ് ഫീൽഡിലാണ്. പുതിയ പുതിയ ടെക്നോളജി, പുതിയ പുതിയ കാര്യങ്ങൾ. മെഷീന് നേരത്തെ ട്രാക്ടർ ഒരു സൈഡിലൂടെ പോകുമ്പോൾ ഇപ്പം വീതിയുള്ള കലപ്പമുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലം ചില മിനിറ്റുകൾക്കകം സ്പീഡിൽ ഓടിച്ചു പോകുമ്പോൾ അത് ഉഴുവാനിടയായിത്തീരും. പണ്ട് ഇതിനകത്ത് ഇറങ്ങി വെള്ളത്തിലും അഴുക്കിലൊക്കെ ചവിട്ടിയാണ് ആൾക്കാർ കൃഷി ചെയ്യുകയും ധാന്യങ്ങളൊക്കെ വിതരുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ന്യൂ ടെക്നോളജിയാണ്. ഒരു ട്രാക്ടറിൻ്റെ പുറത്തിരുന്നാൽ മതി വിത്ത് വിതയ്ക്കുന്നതിനും ഉഴുന്നതിനെല്ലാം കഴിയുവാനിടയായിത്തീരും. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇതുപോലെ അനേക കഷ്ടങ്ങളിൽ കൂടാണ് പോയത്. ഇത് ഞാൻ കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നുകത്തെപ്പറ്റി കാണിക്കുവാനിടയായിത്തീരാൻ വേണ്ടിയാണ്. കൊച്ചുകുഞ്ഞുങ്ങൾ കാണുവാനും പഠിക്കുവാനും ഇടയായിത്തീരണം. നെക്സ്റ്റ് ടൈമിൽ ഇന്ത്യയിൽ ചെല്ലുമ്പോൾ, കേരളത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പേരൻസ് അടുത്ത് ചോദിക്കണം, എനിക്ക് ഇത് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണിക്കുവാനിടയായിത്തീരും. ഇപ്പോഴും വളരെ റെയറാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മിഷനൊക്കെ കടന്നു വന്നു, പാടങ്ങളൊക്കെ അടച്ചിടുവാനിടയായിത്തീർന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുവാൻ ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് കാണിക്കുവാനിടയായിത്തീർന്നത് ആ നുകത്തെപ്പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കുവാനിടയായിത്തീരണം. ഞാൻ കണ്ടിട്ടുണ്ട് ഈ നുകം വെച്ച് കെട്ടിയ വേറൊരു ഫോട്ടോയുണ്ട്. അതിട്ടെ, ഇത് പിന്നെ ഇതിൻ്റെയാണ്. വേറൊരു ഇതിനകത്ത് നമ്മൾ കാണുവാനിടയായിത്തീരുന്നത് ഇതെന്നറിയാമോ? പ്രായമുള്ളവർ പറയില്ല, കുഞ്ഞുങ്ങൾ പറയണം. ചിൽഡ്രൻസ് കാളുണ്ട്. നാട്ടിൽ നിന്ന് വന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയാനിടയായിത്തീരും. പണ്ടത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും നിൽക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചിലുള്ള സമയത്ത് എന്തറിയാമോ, ആഹാര സാധനങ്ങൾ മീൻസ് കൊലയും കൃഷി സാധനങ്ങളൊക്കെ പണ്ടത്തെ കാലത്ത് എന്തെന്നറിയാമോ,
ഈ കാളവണ്ടി എന്ന് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്ത് പറയുന്നത് അറിയോ? ബുള്ളോക്ക് കാർട്ട്. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പ്രായമുള്ള നമ്മുടെ വലിയപ്പച്ചന്മാർ എന്തറിയാമോ, കൃഷി സാധനങ്ങളുടെ മുകളിൽ വെച്ചിട്ട് വലിയ അപ്പച്ചൻ നിൽക്കുന്നുണ്ടോ മേളിൽ, 2 കയറും പിടിച്ചിട്ടുണ്ട്, അതിനെ അടിച്ചടിച്ച് വിടും. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈ കാളവണ്ടി കാണും, പുള്ളിക്കാരൻ കാണാതെ എൻ്റെ പുറയിൽ കയറിയിരിക്കുകയും ഞാല് വരികയൊക്കെ ചെയ്യും. ഞങ്ങളുടെ അന്നത്തെ വണ്ടി അതായിരുന്നു. പ്രൈസ് കൊച്ചു കാലത്ത് അങ്ങനെ ആയിരുന്നു. ഇന്നേക്ക് 50 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്, 40-45 വർഷം മുമ്പ്. ഇപ്പോൾ അതൊന്നും കാണാറില്ല റോഡിൽ. ഇതിനെ കൊണ്ടുവന്ന് ഹല്ലേലൂയ ഇതിന് മുകളിലാണ് അവർ സാധനം കൊണ്ട്, ഇതിന് മുകളിലും ഒരു യോക്ക് പോലെ വേളി വെച്ച് കെട്ടിയിട്ടുണ്ട്, ഒരു നുകം വെച്ച് കെട്ടിയിട്ടുണ്ട്. പലപ്പോഴും കുറേ നടന്നിട്ട് ക്ഷീണിച്ച് കഴിയുമ്പോൾ എന്നറിയാമോ, ഇതിൻ്റെ പുറത്തെ ആ യോക്ക്, ആ നുകം അങ്ങെടുത്ത് മാറ്റിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്തും ഈ കാള എന്തെന്നറിയാമോ, അതുപോലെ നിൽക്കും, അത് പോകത്തില്ല. അതിൻ്റെ ചിന്ത ഇപ്പോഴും അതിൻ്റെ മുകളിലുണ്ടെന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ ഉടമസ്ഥൻ വന്ന് 2 തട്ടൊക്കെ തട്ടി എന്നെ അടിച്ചിട്ട് കയറെ പിടിച്ച് വലിച്ചു കഴിയുമ്പോഴാണ് അത് മുന്നോട്ട് നീങ്ങുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, പിശാച് പലപ്പോഴും ഇതുപോലത്തെ പല നുകങ്ങളും എന്തറിയാമോ നമ്മുടെ മേൽ ഇടുവാനിടയായിത്തീരും. രോഗമെന്ന നുകം, അടിമത്ത നുകം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും നമുക്കറിയാം. ഗാന്ധിജിയൊക്കെ വളരെ ബ്രിട്ടീഷുകാരിൽ നിന്ന് വളരെ അധ്വാനിച്ചതിന് ശേഷമാണ്, ഉപ്പ് സത്യാഗ്രഹവും പല കാര്യങ്ങളും ചെയ്ത ശേഷമാണ് ഇന്ത്യക്ക് ഫ്രീഡം ലഭിക്കുവാനിടയായി തീർന്നത്. പലപ്പോഴും അടിമത്തത്തിൽ കടന്നു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമായി ചിന്തിക്കുവാനോ സ്വാതന്ത്ര്യമായി നടക്കുവാനോ ഒന്നും കഴിയാതെ ഈ നുകപിരിക്കും എപ്പോഴെന്നറിയാമോ, താഴോട്ട് കുനിഞ്ഞാണ് വെക്കുന്നത്. ഇത് പുറത്ത് വെച്ചിട്ട് നമ്മൾ എന്തറിയാമോ കുനിക്കുവാനിടയായിത്തീരും. പിശാച് പാപത്തിൻ്റെ നുകം, നമ്മൾ നേരത്തെ വചനത്തിൽ കേൾക്കുവാനിടയായിത്തീരുന്നു, സിന്ന്, പാപത്തിൻ്റെ നുകം നമ്മുടെ മേൽ വെച്ചിട്ട് എന്തറിയാമോ പലപ്പോഴും നമ്മളെ താഴോട്ട് കുനിക്കുവാനിടയായിത്തീരും. എന്നറിയാമോ, യേശു കർത്താവ് കാൽവരി ക്രൂശിന്മേൽ എന്തറിയാമോ ഈ നുകത്തെ ഉടച്ച് കളയുവാനിടയായി തീർന്നു, പാപത്തിൻ്റെ നുകത്തെ. എവിടെ തുടങ്ങിയെന്നറിയാമോ? ഈ വചനം വായിച്ചു ദൈവത്തിന് ആത്മാ പറഞ്ഞു, ഏതേൻ തോട്ടത്തിൽ ഹല്ലേലൂയ ആദാമിനെ ഹവ്വയുടെ മേൽ അറിയാമോ പാപത്തിൻ്റെ നുകം. പിശാച് കടന്നു വന്നിട്ട്, പാമ്പൻ്റെ രൂപത്തിൽ കടന്നു വന്നിട്ട് വലിയൊരു പാപത്തിൻ്റെ നുകം അവിടെ കഴുത്തിന് മേൽ വയ്ക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ശാപം കടന്നു വരുവാനിടയായി തീർന്നു. എന്നാൽ ആ നുകത്തെ കാൽവരി ക്രൂശിന്മേൽ എന്ത് ചെയ്തു? യേശു കർത്താവ് എന്നേക്കുമായി അതിന് ഹല്ലേലൂയ വിരാമം വരുത്തുവാനിടയായി തീർന്നു. ചില നുകങ്ങൾ പിശാച് കൊണ്ടിടുന്നുകൊണ്ട്, ചില നുകങ്ങൾ നമ്മൾ തന്നെ കൊണ്ടിടുന്നതുകൊണ്ട്. എനിക്ക് വയ്യ, എനിക്ക് രോഗമാണ്, അല്ലെങ്കിൽ എനിക്ക് ഉന്മേഷമില്ല, ആരോഗ്യമില്ല, നെഗറ്റീവായിട്ടുള്ള വേഴ്സ് നമ്മുടെ മേലിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് എന്നറിയാമോ നമ്മൾ തന്നെ ഒരു വള്ളിക്കുടിലിൽ അകത്ത് കയറി നമ്മൾ തന്നെ ചുരുണ്ടുകൂടിയിരിക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയല്ല, ഇന്ന് പൽക്കാലം വിശ്വാസത്താൽ അതിൽ നിന്ന് എഴുന്നേൽക്കണം. യേശു നമുക്ക് വേണ്ടി ജയവീരനായി ഹല്ലേലൂയ എഴുന്നേൽക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ നമ്മൾ ആരാണ്? സ്വാതന്ത്ര്യമാണ്, ഫ്രീ ആയിട്ടുള്ളവരാണ്. വീണ്ടും നമ്മൾ അടിമനുഖത്തിലേക്ക് പോകരുത്. ഇവിടെ നമുക്ക് വായിക്കാം, കടന്നു വന്ന വാക്യത്തിലേക്ക് ഒന്നുകൂടെ വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പേൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ചില ഉപദേശം, അഡ്വൈസും ചില വാണിങ്ങുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാണുന്നത് എന്തിനാണ്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒരുമിച്ച് നമുക്ക് ശുശ്രൂഷിക്കാം. എങ്ങനെയാണ്? സ്വതന്ത്രമാക്കി. ഹല്ലേലൂയ. നമ്മൾ സ്വതന്ത്രമായിട്ടുണ്ടോ? ഇപ്പോഴും പിശാചിൻ്റെ അടിമത്തിൽ കിടക്കുകയാണോ? അല്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മളെ വില കൊടുത്ത് വാങ്ങിക്കുവാനിടയായി. എന്താണ്? യേശുവിൻ്റെ രക്തം കൊടുത്ത് കാൽവരി ക്രൂശിന്മേൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി 2 കള്ളന്മാരുടെ മധ്യത്തിൽ എന്ത് ചെയ്തു? മരിച്ചു. അതുകൊണ്ട് മാത്രം തീർന്നില്ല, അവൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്ത് ജീവിക്കുന്നു. ആ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ 2 കാളയുടെ പുറത്ത് വെച്ചിരുന്ന നുകം യോക്കുണ്ടെന്നറിയാമോ, അതിനെ കാൽവരി ക്രൂശിന്മേൽ എന്നറിയാമോ ഒടിച്ച് കളഞ്ഞു, ഉടച്ച് കളയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഒരു പുതിയ വ്യക്തിയാക്കി തീർക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു പോകുവാനിടയായി. അതാണ് ഇവിടെ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. സ്വാതന്ത്ര്യമായിട്ട് ക്രിസ്തു നമ്മളെ, സ്വതന്ത്രനായിട്ട് നമ്മളെ ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. അടുത്ത് പറയുന്നത്, ആകിയാൽ അതിൽ സ്റ്റാൻഡ് ചെയ്യണം, ഉറച്ചു നിൽക്കണം, ആടിപ്പോകരുത്. കാറ്റടിക്കുമ്പോൾ ചില വേലികളും മതിലൊക്കെ എന്ത് ചെയ്യും? ആടുവാനിടയായിത്തീരും. ഉറപ്പില്ല. ആ സമയത്ത് എന്ത് ചെയ്യണം? ആഴത്തിലേക്ക് കുഴിച്ചിട്ട് ആ കുഴിക്കകത്ത് ഇത് ഇറക്കിയിട്ട് കോൺക്രീറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ അറിയാമോ അത് സ്ട്രോങ് ആയിത്തീരും. എവിടെയാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ വചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുവാനിടയായിത്തീരണം. പലവിധമാവുന്ന കാറ്റുകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ക്രിസ്തുവാവുന്ന പാറമേൽ ഉറച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടല്ലോ, ഒരിക്കലും വീണു പോകുവാനിടയാകത്തില്ല. കാറ്റുകളോ പ്രതികൂലങ്ങളോ ഹല്ലേലൂയ ഏത് തന്നെ കടന്നു വന്നാലും
ക്രിസ്തുവിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുവാനിടയായി. ഇല്ല എങ്കിൽ എനിക്കിന്ന് രോഗം, എനിക്ക് വയ്യ, എനിക്ക് ദുഃഖം, ഇന്ന് ഞാൻ ആരാധനയ്ക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഉപവസിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും എന്നറിയാമോ പല എക്സ്ക്യൂസുകൾ നമ്മൾ കണ്ടുപിടിക്കുവാനിടയായി തീരും. നമ്മൾ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. അടുത്ത വാക്കെന്ന് എഴുതിക്കുന്നത് അടിമ നുകത്തിൽ പിന്നെയും എന്ത് ചെയ്യരുത്? എല്ലാവരും വാണിംഗ് ആണ്. അടിമ നുഖമുണ്ട്, അതിനകത്ത് നമ്മളെ കുടുങ്ങി പോകുവാനിടയായിത്തീരും. ആ പിശാചുണ്ടല്ലോ, അല്ലെങ്കിൽ യേശു കർത്താവ് കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വിജയം തന്ന അല്ലെങ്കിൽ യേശു കർത്താവ് അപ്പുറത്ത് നിപ്പുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഇപ്പുറത്ത് അതുപോലെ പിശാച് നിപ്പുണ്ട്. വീണ്ടും നിന്നെ പിടിച്ചുകൊണ്ട് പോയി എവിടെ കെട്ടാണ്? പഴയ കുറ്റിയിൽ കെട്ടുവാൻ. സമുദായികമാവുന്ന കുറ്റിയിൽ, പാരമ്പര്യമാവുന്ന കുറ്റിയിൽ, ഹല്ലേലൂയ, അന്ധകാരമാവുന്ന കുറ്റിയിൽ, ഹല്ലേലൂയ, നിന്നെ കെട്ടുവാൻ നോക്കി നിൽക്കുമ്പോൾ അതിനകത്തുനിന്ന് വിടുവിച്ച ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അല്ല, അതിനകത്ത് ദൈവസ്ഥലിൽ നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ പിശാച് നമ്മളെ തൊടുവാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ നമ്മൾ എക്സ്ക്യൂസ് വിട്ടിട്ട് ലോകപ്രകാരം കുറച്ചൊക്കെ നമുക്ക് ജീവിക്കാം, കുറച്ചൊക്കെ കുടിക്കാം, ലോകപ്രകാരം നമുക്ക് കുറച്ചൊക്കെ നടക്കാം. ഈ വചനം വിട്ട് ദൈവത്തിന് വചനത്തിൽ പഴയ നിയമത്തിൽ വായിക്കുന്നത് നീ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങനെയാണ് എഴുതിക്കുന്നത്? പോകരുത്. പ്രൈസ് ദി ലോർഡ്. എവിടെ കടന്നു പോയാലും, എത്ര ഉന്നത സ്ഥാനം ലഭിച്ചാലും, എത്ര അനുഗ്രഹം ലഭിച്ചാലും, ഹല്ലേലൂയ, എത്ര വലിയ കൂട്ടുകാർ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനം വിട്ട് നമ്മൾ എങ്ങോട്ട് പോകരുത്? ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. വചനത്തിൽ നിന്ന് മാത്രം നിൽക്കുവാനിടയായി തീരണം. അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അനേക വർഷത്തെ പ്രയത്നം മുഖാന്തരമാണ്. എന്നാൽ ഇപ്പോഴത്തെ ആൾക്കാർ വീണ്ടും കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുടുങ്ങിപ്പോകുവാനിടയായിത്തീരും. അമേരിക്ക ഇപ്പോൾ രാജ്യത്തെ അറ്റാക്ക് ചെയ്തു. കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഏത് രാജ്യത്തെ അറ്റാക്ക് ചെയ്തേ? യു എസ് വെൻസില. യെസ്, ന്യൂസ് വായിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നറിയാമോ, ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ട്രംപ് എന്നറിയാമോ പട്ടാളക്കാരെ അയച്ചിട്ട് എന്നറിയാമോ അവിടുത്തെ പ്രസിഡന്റിനെ ക്യാച്ച് ചെയ്ത് പിടിച്ചുകൊണ്ടുവന്ന് USA ഇപ്പം കൊണ്ടിരിക്കുക, അടിമനുഖത്തിലാക്കിയിരിക്കുകയാണ്. എന്നറിയാമോ, അമേരിക്ക പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടില്ല. ലോക രാജ്യങ്ങൾ ഒത്തിരി മയക്കുമരുന്നും കാര്യങ്ങളായിട്ട് പുറകെ ഒത്തിരി ഹിസ്റ്ററി ഉണ്ട്. അവിടെ ഒത്തിരി പെട്രോളും ഡീസലൊക്കെ ഉണ്ട്. അത് അമേരിക്കയ്ക്ക് വേണം. പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതിനുവേണ്ടി പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അടിമനുഖത്തിലായിരിക്കുകയാണ്. നേരത്തെ ഇന്നലെ മിനിഞ്ഞാന്ന് വരെ എന്താണ്? സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വതന്ത്രമായി നടന്ന വെനിസ്വേലയിലെ പ്രസിഡൻ്റാണ്. ഇപ്പോൾ എവിടെയാണ്? അമേരിക്കൻ ജയിലിലാണ്, അടിമനുഖത്തിൽ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ്. ഹല്ലേലൂയ. സ്വതന്ത്രമായി തനിക്ക് രാഷ്ട്രമുണ്ടായിരുന്നു, പ്രവർത്തിക്കാമായിരുന്നു. കുറച്ച് നല്ലതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വന്തം ഇഷ്ടപ്രകാരം പോയപ്പോൾ എന്തറിയാമോ അവരെ പിടിച്ചുകൊണ്ട്. ഇതുപോലെയാണ് ദുഷ്ടനായ പിശാച് എന്നറിയാമോ നമ്മളെ നോക്കിയിരിക്കുകയാണ്. വീക്ക്നെസ് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, വീഴ്ചകൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധി നിൽക്കാതെ നിന്ന് കഴിഞ്ഞാൽ എന്തറിയാമോ ഹല്ലേലൂയ പിശാച് പിടിച്ചുകൊണ്ട് പോകുവാനിടയായിത്തീരും. ബൈബിൾ വായിക്കുന്നത് നേരത്തെ ഉണ്ടായതിനേക്കാളും കൂടുതൽ പിശാചുകൾ കടന്നു വരുവാനിടയായിത്തീരും. അതുകൊണ്ട് അടിമനുഖത്തിൽ എന്ത് ചെയ്യരുത്? നമ്മൾ കുടുങ്ങി പോകുവാനിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയാണ് ദൈവമായ കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചത്. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കാം. മാത്യു ചാപ്റ്റർ 11 വേഴ്സ് 28. 11:28. താഴോട്ട് വായിച്ചോ. എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. ഇംഗ്ലീഷ് വായിച്ച പെട്ടെന്ന്. ക്യാൻ യു റീഡ് ഇംഗ്ലീഷ് ഓൾസോ? Take my yoke upon you and learn of me, for I am meek and lowly in heart, and ye shall find rest unto your souls. For your yoke is easy and my burden is light. ആമേൻ. ഹല്ലേലൂയ. യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ഹല്ലേലൂയ അധ്വാനിക്ക് ഭാരം ചുമക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, എൻ്റെ അടുക്കൽ വരുവിൻ. എന്താണ്? സൗമ്യതയും താഴ്മയുള്ളവരാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് പഠിപ്പീൻ. ഹല്ലേലൂയ. എങ്ങനെയാണ്? യേശുവിൻ്റെ നുകം എന്ന് പറയുന്നത് വേദനിക്കത്തിൽ ആശ്വാസമുള്ള നുഖമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനമാകുന്ന നുഖം നമ്മുടെ മേൽ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യൽ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനിടയാകരുത്. എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവാകുന്നു. മൈ യോർക്ക് ഈസ് വെരി ഈസിയാണ്. ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് നമ്മുടെ ഭാരങ്ങൾ ഒക്കെ എന്ത് ചെയ്യണം?
ദൈവസന്നിധിയിൽ എടുത്ത് വയ്ക്കുവാനിടയായി തീരണം. ദൈവമായ കർത്താവ് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ദിവസവും നടത്തുവാനിടയായി തീരും. നേരത്തെ കേട്ടതുപോലെ ഹല്ലേലൂയ, വലിയ ഭാരം എടുത്ത് നമ്മൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ ഭാരം ഒക്കെ കൊണ്ടുവന്ന് എവിടെ ചെയ്യണം? ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിന്മേൽ ഇറക്കി വെക്കുവാനിടയായി തീരണം. ഇന്ന് ഭാരം ചുമന്നുകൊണ്ട് ആരെങ്കിലും ചർച്ചിൽ കടന്നു വന്നിട്ടുണ്ടോ? ഇന്ന് പൽക്കാലം ഇറക്കി വെക്കുവാൻ നല്ലൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ആ ഗോൽഗോഥായിൽ 2 കള്ളന്മാരുടെ മുമ്പിൽ മരിച്ച യേശുവിൻ്റെ പാദപീഠത്തിൽ സർവ്വഭാരം ഇറക്കി വെച്ചിട്ട് വേണം നിങ്ങൾ സ്വതന്ത്രമായി ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോടുകൂടെ പഠിപ്പീൻ. അടുത്ത വാക്യം, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. യേശു വെക്കുന്ന ഒരിക്കലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന, ഹല്ലേലൂയ, ഈ വചനം വായിച്ച ദൈവത്തിന് ആത്മാവ് ഓർപ്പിച്ചത്, ഏത് ഭാരവും ഏത് നുകവും യേശു കർത്താവ് വെക്കുന്നുവെങ്കിൽ എടുക്കാൻ പറ്റുന്നത് മാത്രം വെക്കത്തുള്ളൂ. എടുക്കാൻ പറ്റാതെ നടക്കാൻ പറ്റാത്ത ഒരു നുകവും നിങ്ങളുടെ മേൽ ദൈവം വെക്കത്തില്ല. നിങ്ങളുടെ പ്രായത്തിനും പ്രാപ്തിക്കും ദൈവകൃപയ്ക്കും അനുസരിച്ചുള്ള ഓരോ നുകം മാത്രമേ ദൈവം നിങ്ങൾക്ക് വെക്കത്തുള്ളൂ. ഇല്ലാത്ത ഒരു കഷ്ടവും വെക്കത്തില്ല. ഹല്ലേലൂയ. യോബിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നിലനിൽക്കുന്ന, ഹല്ലേലൂയ, കഷ്ടതയും പ്രയാസത്തിലൂടെയാണ് അവനെ കടത്തിവിട്ടത്. ആ പ്രയാസത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു, യഹോവ എനിക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. ഏത് കഷ്ടത്തിലൂടെ പ്രയാസത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞാലും, എന്തെല്ലാം മാറി പറഞ്ഞാലും ഞാൻ യേശുവിൽ മുറുകെ പിടിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചില വാക്യോടെ നോക്കാം. സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കാം. നമ്പേഴ്സ് 19:2. സംഖ്യാപുസ്തകം 19:2. കളങ്കവും ഊനമില്ലാത്തതും 19:2. കൽപ്പിച്ച ന്യായപ്രമാണം എന്തെന്നാൽ, വായിച്ചു. കളങ്കവും ഊനമില്ലാത്തതും നുകം വയ്ക്കാത്തതുമായ ഒരു ചുവന്ന പശുക്കിടാവിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. പ്രൈസ് ദി ലോർഡ്. ഈ ചുമന്ന പശു എന്നിവിടെ വായിച്ചപ്പോൾ നിങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ചുമന്ന പശുവിനെ പറ്റി? പറഞ്ഞോ. ഇസ്രായേലിൽ ഹല്ലേലൂയ കൊണ്ടുവന്നിട്ടുണ്ട്. ന്യൂസിൽ ഇപ്പം കേൾക്കുവാനിടയായി തരണം. യഹൂദന്മാരുടെ ആലയം യെരൂശലേം ദേവാലയം ഇടിക്കപ്പെട്ടു. അതിനുശേഷം ആരാധനയോ യാഗങ്ങളോ അധികം നടന്നിട്ടില്ല. ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അവർ ചിതറിപ്പോകുവാനിടയായി. എന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും. ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം അവർ ഒരുമിച്ച് ഇസ്രായേൽ കൂടുവാനിടയായി തീർന്നു. ഇപ്പോൾ അവരുടെ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത്, അവർക്ക് ആരാധിപ്പാൻ ഒരു ആലയം വേണം. അതിനകത്ത് അവരെന്ത് ചെയ്യാന്നറിയാമോ? ചുമന്ന പശുവിനെ, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന വാക്യമാണ്. ഹല്ലേലൂയ. എല്ലാവരും പോയി വീട്ടിൽ വന്ന് അത് വായിച്ച് നോക്കണം. സംഖ്യാപുസ്തകം 19:2 മുതലുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ആ പശു എങ്ങനെയുള്ളതായിരിക്കണം? ഹല്ലേലൂയ. എങ്ങനെയാണ് ഇരിക്കുന്നത്? യഹോവയുടെ ന്യായപ്രമാണം പോലെ കൽപ്പിച്ചത് കളങ്കമില്ലാത്തതായിരിക്കണം. 1, 2 ഊനമില്ലാത്തതായിരിക്കണം. അടുത്തത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, നുകം വയ്ക്കാത്തതായിരിക്കണം. നുകം വെച്ചാൽ അത് താവോട്ട് മാത്രമേ നോക്കത്തുള്ളൂ. ഇഷ്ടപ്രകാരം അതിനു വേണ്ടിയ ആഹാരങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അടിമത്തിൽ കിടക്കുന്നതാണ് നുകം എന്ന് പറയുന്നത്. കളങ്കമില്ലാത്തതായിരിക്കണം, ഊനമില്ലാത്തതായിരിക്കണം. കാലും മുടന്തിയതോ അല്ലെങ്കിൽ ഞട്ടുള്ളതൊന്നും ദൈവത്തിനെ കൊണ്ടുപോകല്ല. അതുപോലെയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതിലും. എത്ര സ്തോത്രം പറയാം, എത്ര സ്തുതിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വായ തുറന്നു നോക്കണം, നാവുണ്ടോ എന്ന്. ഹല്ലേലൂയ. ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഊനമില്ലാത്ത സ്തോത്രം പറയണം. ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, ശക്തി തന്നിട്ടുണ്ടെങ്കിൽ നാവിടുത്തെ ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ അടുത്ത് വായിക്കുന്നത് നുകം വയ്ക്കാത്ത, കളങ്കമില്ലാത്ത, ഊനമില്ലാത്ത എന്താണ്? ചുമന്ന ഒരു പശുവിനെ അടുക്കൽ കൊണ്ടുവരുകയും. ലോകരാജ്യങ്ങളെല്ലാം നോക്കിയിട്ട് അമേരിക്കയിൽ നിന്ന് അവർക്ക് ചുമന്ന പശുവിനെ കിട്ടി. അതിനെ കൊണ്ടുവന്ന് ഊനമില്ല എന്ന് പുരോഹിതൻ നോക്കിയിട്ട് അതിനെ എഗ്രി ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മാതൃക പോലെ ഓൾറെഡി യഹൂദന്മാരെന്തറിയാമോ? ഒരു യാഗം, ഹല്ലേലൂയ, മുന്നോടിക്ക് നേരെ നടക്കുന്നതിന് മുൻപായിട്ട് ഒരു യാഗം അവിടെ കഴിക്കുവാനിടയായി. ന്യൂസ് പേപ്പറിലൊക്കെ കഴിഞ്ഞ നാളിൽ വന്നതാണ്. ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ഈ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. വചനം അതുപോലെ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ കാണുവാനിടയായി തരുന്നത് ചുമന്ന പശുവിനെ അടുത്ത് കൊണ്ടുവന്ന് നുകം വയ്ക്കാത്തതിനെ, കളങ്കമില്ലാത്തതിന്, ഊനമില്ലാത്തതിന് എന്നറിയാമോ? യാഗമായി അർപ്പിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 8-ാമത്തെ വാക്യോട് വായിച്ചേ. അതിനെ ചുട്ടവനും വസ്ത്രമലക്കി ദേഹം വെള്ളത്തിൽ കഴുകി. അതിനെ ചുട്ടവനും 19:8. അന്ന് അവൻ ആ നുകം അവൻ്റെ കഴുത്തിൽ നിന്നും ബന്ധനങ്ങളെ ഒടിച്ചു കളഞ്ഞ് അറത്ത് കളയും എന്നുള്ള വാക്യങ്ങൾ, താഴോട്ടുള്ള വാക്യങ്ങൾ കാണുവാൻ യിരെമ്യാവിൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുവാനിടയായിത്തീരും. ജെരമ്യ ചാപ്റ്റർ 30:8. അന്ന് ഞാൻ അവൻ്റെ നുകം നിൻ്റെ കഴുത്തിൽ നിന്ന് ഒടിച്ചു കളഞ്ഞ് ബന്ധനങ്ങളെ
അറത്ത് കളയും. ശ്രദ്ധിച്ചേ, അങ്ങനെയാണ് ഹല്ലേലൂയ സ്തോത്രം എന്ന് ദൈവമായ കർത്താവ് അത് ഓൾറെഡി ചെയ്തതെന്ന് യഹൂദന്മാരുടെ വിധത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ എന്നാണ് അവരുടെ നുകത്തെ കഴുത്തിൽ നിന്ന് ഒടിച്ച് കളഞ്ഞ് ബന്ധനങ്ങളെ അറുത്ത് കളയും. ഇന്ന് പൽക്കാലം നമ്മുടെ ചില ബന്ധനങ്ങൾ ഹല്ലേലൂയ അറുത്ത് കളയുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാലാകാലങ്ങളായി പിശാച് കൊണ്ടിട്ടിരിക്കുന്ന ഹല്ലേലൂയ ആരാധിക്കുവാൻ കഴിയാതെ, സ്തുതിക്കുവാൻ കഴിയാതെ, ഉപവസിക്കുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ കൊണ്ടിരിക്കുന്ന ബന്ധനങ്ങളെ ദൈവമായ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? അറത്ത് കളയുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അന്നാളിൽ അവൻ്റെ ചുമട് അവൻ്റെ തോളിൽ നിന്ന് മാറ്റും, അവൻ്റെ നുകം അവൻ്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും. അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടതെന്നറിയാമോ? പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ഇന്ന് പൽക്കാലം ആരാധന, ഇന്ന് നമ്മൾ കുറേ നേരം ആരാധിക്കുവാനിടയായി തീർന്നു. ആരാധനയുടെ പുഷ്ടി നിമിത്തം ചില നുഖങ്ങൾ ഒടിഞ്ഞു പോകും. എല്ലാവരും ദിവസം എഴുന്നേറ്റ് നാം ഒരു പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിച്ച് നമുക്ക് കടന്നു പോകാം. പുഷ്ടി നിമിത്തം ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ചിലത് ഒടിഞ്ഞു പോകുവാനിടയാകട്ടെ. ഹല്ലേലൂയ. എങ്ങനെ? അന്നാളിൽ ഹല്ലേലൂയ സ്തോത്രം തോളിൽ നുഖം ഹല്ലേലൂയ പോകുവാനിടയായി തീരും, കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം ഹല്ലേലൂയ സ്തോത്രം നുഖം തകർന്നു പോകുവാനിടയായി തീരും. എങ്ങനെ? ആത്മാവിലുള്ള ശക്തി നിമിത്തം, ബലം നിമിത്തം ചിലത് പോകുവാനിടയാകട്ടെ. ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഇന്ന് പൽക്കാലം ഏതെങ്കിലും രോഗമാകുന്ന, ദുഃഖമാകുന്ന നുകം എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ കിടപ്പുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് ചിലതിനെ ഒടിച്ച് കളയുവാൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ആദരങ്ങളെ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സ്തുതിക്കുന്നുവെങ്കിൽ വായിൽ വെച്ചിരിക്കുന്ന ചില നുകങ്ങളെ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഒടിച്ച് കളയുവാനിടയായി തീരും. നിന്റെ വായ് വിസാരത്തിൽ തുറക്കാം, അതിനെ നിറയ്ക്കാം ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നുകം എന്ന് പറയുന്നത് നിനക്ക് മേലോട്ട് നോക്കുവാൻ പറ്റത്തില്ല. പിശാച് അടിമ നുകത്തിൽ ഇടുന്നതാണ്. ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ മിസ്രയീമിൽ പിടിച്ചുകൊണ്ടുപോയി അടിമ നുകത്തിൽ ഇട്ടിരുന്നു. ഹല്ലേലൂയ. എന്നാൽ മോശ കടന്നു വന്നിട്ട് ദൈവത്തിന്റെ സമയമായപ്പോൾ അവരെ വിടുവിക്കുവാനിടയായി തീർന്നു. ഇന്ന് പൽക്കാലം ഈ ദേശത്ത് അനേകം പേര് പിശാചിന്റെ അടിമത്തിൽ കിടക്കുന്നുണ്ട്. നുകം വെച്ചിട്ട് ഹല്ലേലൂയ എങ്ങും കടന്നു പോകാൻ കഴിയാതെ, ആരാധിക്കുവാൻ കഴിയാതെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കിടക്കുന്ന അനേകം പേര് നമ്മുടെ ചുറ്റുപാടും കിടക്കുമ്പോൾ ഇന്ന് പൽക്കാലം നുകത്തിന്റെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ദൈവജനം വെറുതെ ഇരിക്കരുത്. ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. ചുമന്ന പശുവിനെ ഇസ്രായേൽ ഹല്ലേലൂയ യാഗം കഴിക്കുവാനിടയായി തീർന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം സംഖ്യാപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിവൃത്തി ആരംഭിച്ചു എങ്കിൽ ഊനമില്ലാതെ ഇരിക്കുന്ന ദൈവമക്കള് ഊനമില്ലാത്ത സ്തോത്രം പറഞ്ഞാട്ട് ദൈവത്തെ സ്തുതിച്ചാട്ട് അല്പ മിനിറ്റുകൾ അതരങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യേ നിറഞ്ഞു നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പൽക്കാലം ചില ഭാരങ്ങൾ, ചില ഭാരക്കെട്ടുകൾ ഹല്ലേലൂയ, അത് രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, വേദനയാകട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പൽക്കാലം മാറിപ്പോകുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. Father,